കൊല്ലം പുനലൂരിൽ റബ്ബർ തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. കൊല്ലപ്പെട്ടത് സ്ത്രീയോ പുരുഷനോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ആളാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് പോലീസ് പറയുമ്പോഴും ആളെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് അന്വേഷണത്തിന് വെല്ലുവിളി. റബ്ബർ തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് ഇനിയും തിരിച്ചറിയാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ സംഭവം നടന്ന് മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തുമ്പും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂചനകളുണ്ട്? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുനലൂരിൽ നടന്നത്. ശരിക്കും പോലീസിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ച ഒരു കേസ് തന്നെ ഇന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ കേസിൽ ആരാണ് മരിച്ചത് എന്ന് കണ്ടെത്തണം, അതുപോലെ തന്നെ ഇത് കുറ്റകൃത്യം നടത്തിയ ആളെയും കണ്ടെത്തണം. അങ്ങനെ ഒരു വലിയൊരു വെല്ലുവിളിയിലൂടെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കൃത്യം നടത്തിയ സ്ഥലത്ത് നിന്നും കിട്ടിയ ചില പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിന്നും കിട്ടിയ ചില തെളിവുകൾ, അതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ഒഴിഞ്ഞ കന്നാസ്, അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ കുപ്പി, കത്രിക, ബാഗ്, അങ്ങനെ ചില വസ്തുക്കളായിരുന്നു ഈ മൃതശരീരത്തിന് സമീപത്തു നിന്നും ലഭിച്ചത്. ഇതിൽ നിന്നും കിട്ടുന്ന ചില ഫോറൻസിക് പരിശോധനാ ഫലം, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു കാലിന് സ്വാധീനമില്ലാത്ത ആളുടെ മൃതശരീരമാണ് കണ്ടെത്തിയതെന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഒരു മുടന്തുള്ള ഒരാൾ എങ്ങനെ ഇത്ര ദൂരം ആ ഒരു വലിയ മലയുടെ മുകളിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതിനെല്ലാം ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ. എന്തായാലും അതുപോലെ തന്നെ കന്നാസ് കിട്ടിയെന്ന് പറയുന്നു, പെട്രോളിൻ്റെ മണം ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ കുപ്പിക്കുള്ളിൽ ആസിഡിൻ്റെ മണമാണ്. അങ്ങനെയെങ്കിൽ ഈ കന്നാസിൽ പെട്രോൾ വാങ്ങാനായിട്ട് പെട്രോൾ പമ്പിൽ എത്തിയത് ആരാണ്? അത്തരം ചില അന്വേഷണങ്ങൾ കൂടി വലിയ രീതിയിൽ നിർണായകമായി തന്നെ മാറുന്നു. പോലീസ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും 12 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം വിനീഷ്, സംസ്ഥാനം വിട്ട് കേരള പോലീസ് ഡിവൈഎസ്പി നേരത്തെ സൂചിപ്പിച്ച കാര്യം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കൊന്നു തള്ളി തെളിവ് നശിപ്പിച്ചു എന്നൊരു സംശയം കൂടി പോലീസിനുണ്ടോ? തീർച്ചയായും ടോം, അത്തരം സംശയങ്ങൾ തള്ളിക്കളയാനാകില്ല. കാരണം മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നമ്മുടെ ഈ ജില്ലാ പരിധിയിലോ റൂറൽ ജില്ലാ പരിധിയിലോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഇന്നും അറിയുന്നത്. ഈ കൃത്യം നടന്നത് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെയും ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമായിട്ടും കാലിന് മുടന്തുള്ള ഒരാളെ കാണുവാനില്ല എന്ന രീതിയിൽ ഒരു കേസും ഇതുവരെ വന്നിട്ടില്ല. അത് പോലീസിനെ വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുനലൂർ മൂവാറ്റുപുഴ പാതയാണ് നിരവധി അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം കടന്നു പോകുന്ന സ്ഥലമാണ്. പ്രധാനമായും തീർത്ഥാടകരടക്കം കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. അപ്പോൾ ഈ കൃത്യം നടന്ന ഈ ഒരു മല, ആളുകേറ മല എന്ന് പറയുന്ന ഇതിൻ്റെ അടിവാരത്ത് നല്ല ഗ്രാമഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാം, ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെല്ലാം തന്നെ വാഹനം ഒതുക്കിയിട്ട് അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കുമോ എന്നുള്ള ചില സൂചനകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പോലീസിൽ നമുക്കറിയാൻ കഴിയുന്നത്, ഡിവൈഎസ്പി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്, മറ്റ് സംസ്ഥാനത്തിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ജില്ലാ പരിധിയിൽ ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസ്, കാലിന് മുടന്തുള്ള ഒരാളെ കാണുവാനില്ല എന്നുള്ളൊരു മിസ്സിംഗ് കേസ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂരിലെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.